ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ പി ആർ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തപ്പോൾ കുറേ പേരൊക്കെ സംശയം ചോദിച്ചതിൽ ഒന്നെന്ന് പറയുന്നത് ഏത് സ്ട്രീം വഴിയാണ് നമ്മൾ പി ആറിന് ഫയൽ ചെയ്തത്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതിന് യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ചോദിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ആ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസും അതിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിലേ ഒഴിവാക്കാനും നിങ്ങളുടെ മിസ്റ്റേക്കുകളെല്ലാം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് സ്ട്രീം വഴിയാണ് അപ്ലൈ ചെയ്തതെന്ന് പറയാം. നോവാ സ്കോഷ്യ PNB സ്കിൽഡ് വർക്കർ സ്ട്രീം വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. നോവാ സ്കോഷ്യ PNBക്ക് സ്കിൽഡ് വർക്കർ സ്ട്രീം കൂടാതെ തന്നെ ഒക്യുപ്പേഷൻ ഇൻ ഡിമാൻഡ്, അതുപോലെ നാഷണൽ ഗ്രാജുവേറ്റ്, അങ്ങനെ കുറച്ചധികം സ്ട്രീമുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തത് സ്കിൽഡ് വർക്കർ സ്ട്രീം വഴിയാണ്. ഇതിൽ ഏത് സ്ട്രീം വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഡോക്യുമെന്റ്സ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോബ് ഓഫർ ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്. അതിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് NSNP 200 എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് തരേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ഫോം നമുക്ക് കൺഫേം ചെയ്ത് തരുന്നതെന്ന് പറയുന്നത് നമ്മളൊരു പെർമനന്റ് ഫുൾ ടൈം എംപ്ലോയി ആണെന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഈ ഒരു NSNP 200 ഫോം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്ത് തരാം. ഈ ഒരു ഫോം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു 5-6 പേജ് ഉള്ള ഒരു ഫോമാണ്. ആ ഒരു ഫോമിൽ ഡേറ്റും എംപ്ലോയറുടെ സൈനും ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അതുകൂടാതെ പേജിൽ എന്തെങ്കിലും റിപ്പിറ്റേഷൻ ഉണ്ടോ എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒന്നും ഇല്ലാത്തത് തന്നെയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം. ഇത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു റീസൺ ഞങ്ങൾക്ക് പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഒരു ഫോം കിട്ടിയപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ ഫോമിൽ ഒരു പേജ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഡേറ്റും സൈനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ട് എംപ്ലോയറെ വീണ്ടും കോൺടാക്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഈ ഫോം വരുത്തിച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. ഇനി ഈ ഡോക്യുമെന്റിന്റെ കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി വേണം. അതിലൊന്നെന്ന് പറയുന്നത് ഈ കോപ്പി ഓഫ് യുവർ ജോബ് ഓഫർ ലെറ്റർ. അത് അവരുടെ ലെറ്റർ ഹെഡിൽ തന്നെ ആയിരിക്കണം. രണ്ടാമത്തത് യുവർ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, പ്രൂഫ് ഓഫ് യുവർ എംപ്ലോയേഴ്സ് ബിസിനസ് ലൈസൻസ്. ഇത് മൂന്നും നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കരുതാവുന്നതാണ്. ഇനി നമ്മുടെ വേറൊരു എക്സ്പീരിയൻസും കൂടി പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡോക്യുമെന്റ്സിന്റെയും പേര് നിങ്ങൾ എഴുതിയെടുക്കാൻ പറഞ്ഞത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ്. കാരണം നമ്മളുമായിട്ട് ഡയറക്റ്റ് കേസ് ഓഫീസർ കോൺടാക്ട് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെന്റ്സിനെ പറ്റിയിട്ടും എല്ലാം നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഡോക്യുമെന്റ് ആയിട്ട് വരേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെന്റ് ആണ്. ഈ വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെന്റ് ചോദിക്കുന്നത് ഒന്നിലധികം ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ആവശ്യം വരും. ഒരേ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അതല്ല നമ്മൾ ഒന്നിലധികം ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനി ലെറ്റർ ഹെഡിൽ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ലെറ്റർ വരുത്തണം. അതുകൂടാതെ നമ്മുടെ സൂപ്പർവൈസറുടെ സൈൻ അതിലുണ്ടായിരിക്കണം. നമ്മുടെ ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടി, സാലറി, നമ്മുടെ വർക്കിംഗ് അവേഴ്സിന്റെ ടോട്ടൽ ആയിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കണം. അതുകൂടാതെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ല് അവരുടെ ജോബിന്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആ ഒരു ജോലിക്ക് സ്കിൽഡ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ടിപ്പാണ്. നമ്മളൊരു എക്സൽ ഷീറ്റിൽ നമ്മുടെ ജോബ് ടൈറ്റിലും നമ്മുടെ വർക്കിംഗ് അവേഴ്സും നമ്മുടെ പേയും, അതായത് ബൈ വീക്ക്ലി നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ആ ബൈ വീക്ക്ലി വർക്ക് ചെയ്തതിന് എത്ര പേ ആണ് നമുക്ക് വന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഒരു എക്സൽ ഷീറ്റിൽ നമ്മുടെ ഫസ്റ്റ് കയറിയ അന്ന് മുതൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയം വരെയുള്ളത് എക്സൽ ഷീറ്റിൽ നമ്മൾ ചെയ്തിട്ട് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേസ് ഓഫീസറിന് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമ്മൾ എത്ര അവർ വർക്ക് ചെയ്തു എന്നുള്ളതും നമ്മുടെ പേ ഇൻകം ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് ഓഫീസറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്തത് വളരെ നന്നായി, അവർക്ക് കൂടുതൽ എളുപ്പം ഉണ്ടായിരുന്നു അത് നോക്കാനായിട്ടെന്ന് ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡോക്യുമെന്റ്സ് ആണ്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തുനിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെസ്സിന്റെ ആവശ്യമുണ്ട്. അതുകൂടാതെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്,
നമ്മുടെ എന്തെങ്കിലും ലൈസൻസ് സർട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉള്ള ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഡോക്യുമെന്റ് ആണ്. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും IELTS, സെൽപിപ്പ്. അത് കൂടാതെ നമുക്ക് PTE, TEF, TCF അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജിന് കുറച്ച് ബാരിയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ച് നമ്മൾ ആവശ്യമായ സ്കോർ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ആയതിനു ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു IELTS ആണോ സെൽപിപ്പ് ആണോ എളുപ്പം എന്നുള്ളത്. കാരണം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു IELTS അല്ല സെൽപിപ്പ് ആണ് ചേട്ടൻ എഴുതിയതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സെൽപിപ്പും IELTSും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ കീബോർഡൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് സ്പീഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സെൽപിപ്പ് എളുപ്പമായിരിക്കും. അതുകൂടാതെ സെൽപിപ്പ് ആണെന്നുണ്ടെങ്കിൽ കനേഡിയൻ ആക്സെന്റ് ആണ് നമ്മൾ കേൾക്കുന്നത്. IELTS ആവുമ്പം ബ്രിട്ടീഷ് ആക്സെന്റ് ആണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനോടാണ് സംസാരിക്കുന്നത് സെൽപിപ്പ്. മറ്റേത് നമ്മൾ ഇൻ പേഴ്സൺ ആയിരിക്കും. അതിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സെൽപിപ്പ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് മാത്രമേ ഉള്ളൂ. ഫീസിന്റെ കാര്യത്തിലും IELTSന്റേതും കുറച്ച് ചെറിയ കുറവ് സെൽപിപ്പിനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് നമുക്ക് കീബോർഡൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമാണെങ്കിലും കനേഡിയൻ ആക്സെന്റ് ആണ് കുറച്ചും കൂടെ ഈസി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പിന്നെ ഫീസ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ടും ഒക്കെ സെൽപിപ്പിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. അതല്ല IELTS ആണ് കൂടുതൽ കൺവീനിയന്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നോക്കാം. പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനും എളുപ്പം സെൽപിപ്പ് ആണ്. കുറച്ച് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓൺലൈൻ ഒക്കെ ആയതുകൊണ്ട് ഓൺലൈൻ അല്ല അവിടെ പോയിരുന്നിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. ഒരേ ദിവസം തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കിട്ടും. IELTS ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വെച്ചൊക്കെ എഴുതുന്ന സമയത്ത് 2 ദിവസമായിട്ടൊക്കെ ആയിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ സെൽപിപ്പ് ആണെങ്കിൽ ഒറ്റ ദിവസത്തിൽ തന്നെ ഇത് കഴിയും. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നമ്മൾ ടെസ്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു PR ഫയൽ ചെയ്യുന്ന സമയം ആകുമ്പോഴേക്കും അതിന്റെ എക്സ്പയറി ആയോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. നമ്മൾ ഇതെല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ട് സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ എക്സ്പയറി ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് ഫാമിലി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെയും ഡോക്യുമെന്റ്സ് ആണ്. അതിൽ വരുന്നത് പാസ്പോർട്ടിന്റെ പേജസ്, നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കസ്റ്റഡി ഓർ അഡോപ്ഷൻ പേപ്പേഴ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അതിൽ പാസ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ട് ബാക്ക് പേജ് ക്ലിയർ ആയിട്ട് വേണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്കുള്ള പേജുകളും നമ്മൾ സ്കാൻഡ് കോപ്പി അറ്റാച്ച് ചെയ്യേണ്ടി വരും. പിന്നെ മെറിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം ആ ഒരു ഡോക്യുമെന്റ് കാണിക്കുന്ന പേപ്പേഴ്സ് വേണം. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഞങ്ങൾ 10th സർട്ടിഫിക്കറ്റ് ആണ് ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റഡി പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും ഇവിടെ വന്നിട്ട് PNPക്കൊക്കെ ചെയ്യുന്ന സമയത്തും എല്ലാം യൂസ് ചെയ്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതിനെല്ലാം യൂസ് ചെയ്തത് SSLC സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. പിന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് അല്ലാന്നുണ്ടെങ്കിൽ അഡോപ്ഷൻ, കസ്റ്റഡി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അടുത്ത ഒരു ഡോക്യുമെന്റ് ആയിട്ട് പറയുന്നത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഡോക്യുമെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാനഡയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ അല്ലല്ലോ. അപ്പോൾ അതിന്റെ നമ്മൾ ഇവിടെ നിൽക്കാനുള്ള നമ്മുടെ ഒരു ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്, സ്റ്റഡി പെർമിറ്റ് ആണോ വർക്ക് പെർമിറ്റ് ആണോ അങ്ങനെയുള്ള ഡോക്യുമെന്റ് നമ്മൾ വെക്കണം. നമ്മൾ നാട്ടിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതേസമയം നമ്മൾ വേറെ ഒരു രാജ്യത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ വിസ സ്റ്റാറ്റസും കൂടി നമ്മൾ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം പലർക്കും ഒരു മിസ്റ്റേക്ക് ആയിട്ട് വരുന്നതാണ്. ഇൻകം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ PR ഫയൽ ചെയ്യുന്നത് ഒരുപാട് പേർക്കും റിജക്ഷൻ വരുന്നതിന്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ഇൻകം, ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്ര ഫാമിലി മെമ്പേഴ്സിന് ഇത്ര ഇൻകം മീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻകം മീറ്റ് ചെയ്തതിന് നമ്മൾ പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്തത് 2 പേരുടെയും 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേസ് ഓഫീസറുമായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു സമയമായെന്ന് തോന്നുന്നു.
അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ട് ഞങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇതാണ്. നമ്മുടെ പേ സ്റ്റബ് ഒരു PDF-ലാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, ചിലരുടെ ഈ വർക്ക് ഡേ, വർക്ക് ഫോഴ്സ്, പീപ്പിൾ പോർട്ടൽ അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. അപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ഒരുമിച്ച് പേ സ്റ്റബ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ഓരോ വീക്ക്ലി ഉള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഒരു PDF ആക്കി നമ്മൾ മാറ്റിയെടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടേതും അതുപോലെ ചേട്ടൻ്റെതാണെങ്കിൽ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. എൻ്റെത് നമ്മൾ മാനുവലി 1 ഇയർ അങ്ങനെ മെർജ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ 2 പേരുടേതും ഓരോ PDF-ലാക്കിയിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 4 പേരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത്ര ഇൻകം മീറ്റ് ചെയ്യണം എന്നുള്ളൊരു എലിജിബിലിറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു എലിജിബിലിറ്റി വെച്ചിട്ട് 2 പേരുടെയും കൂടെ ഇൻകം വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫ് മാത്രമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. നമുക്ക് അത് കൂടാതെ അധികം എക്സ്ട്രാ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെയൊക്കെയുള്ള പ്രൂഫ് ഓഫ് ഇൻകം കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എക്സ്ട്രാ ഡോക്യുമെന്റ്സും ഇതിന്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കാര്യത്തിൽ 2 പേരുടെയും പേ സ്റ്റബ് മാത്രമാണ് നമ്മൾ ഇൻകത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. വിട്ടുപോയി, അതിന്റെ കൂടെ തന്നെ നമ്മളിവിടെ ടാക്സ് ഫയൽ ചെയ്തതിന്റെ പേപ്പറും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അത് കൂടാതെയുള്ള എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിലുള്ള പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ പേ സ്റ്റബും ഇതുപോലെ ടാക്സ് ഫയൽ ചെയ്തതിന്റെ പേപ്പറും മാത്രമാണ് നമ്മൾ ചെയ്തത്. അഡീഷണൽ ഡോക്യുമെന്റ്സ് ചോദിച്ച കൂട്ടത്തിൽ കേസ് ഓഫീസർ ചോദിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനായിരുന്നല്ലോ ഡിപ്പെൻഡന്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ജോലി പാർട്ട് ടൈം ആയിരുന്നു. അത് എൻ്റെ എംപ്ലോയ്മെന്റ് ലെറ്റർ കാണണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എംപ്ലോയ്മെന്റ് ലെറ്റർ ഒക്കെ തുടക്കത്തിലേ തന്നെ അറ്റാച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തൊരു പെർമനന്റ് ജോബ് ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാർട്ട് ടൈം എംപ്ലോയി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ വർക്കിംഗ് അവേഴ്സും എൻ്റെ അവർലി പേ അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം കാണിച്ചിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ ആയിരുന്നു. അപ്പോൾ എന്നോട് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജോലി പെർമനന്റ് ആണ് എന്നുള്ളത്. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോഴും പാർട്ട് ടൈം ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് സ്റ്റുഡൻ്റ് ആണെന്നുള്ളതും പാർട്ട് ടൈം ജോലിയാണെന്നുള്ളതും ഒക്കെ മനസ്സിലായി. ആ ജോലി പെർമനന്റ് ആണ് എന്നുള്ളത് അവരുടെ ഒരു ലെറ്റർ ഹെഡിൽ അവർ എഴുതി തരുന്ന ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ. മറ്റേതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും, നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് എംപ്ലോയ്മെന്റ് ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരെണ്ണമാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് കൂടാതെ അവരുടെ ലെറ്റർ ഹെഡിൽ അവരായിട്ട് ഓഫീസിൽ നിന്ന് പെർമനന്റ് ജോബ് ആണെന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞു. നമ്മളൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ ജോലി പെർമനന്റ് ആണ് എന്നൊന്ന് കാണിച്ച് എനിക്കിങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരുടെ ലെറ്റർ ഹെഡിൽ അന്ന് തന്നെ എനിക്കത് ചെയ്തു തന്നു. അങ്ങനെ ഒരു ഡോക്യുമെന്റും കൂടി അഡീഷണൽ ആയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അയച്ചു കൊടുത്തു. ഞാനിത് അയച്ചു കൊടുത്ത സമയത്ത് അടുത്തതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് അവരുടെ ഓഫീസിൽ നിന്ന്, അതായത് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഈ കേസ് ഓഫീസറിന് ഡയറക്റ്റ് ആയിട്ട് ഇമെയിൽ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇമെയിൽ ID എനിക്ക് തന്നു. അപ്പം ഞാനത് എൻ്റെ അഡ്മിൻ മാനേജറെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരി നേരിട്ട് ഈ കേസ് ഓഫീസറിന് അയച്ചു കൊടുത്ത് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നോമിനേഷനും കിട്ടി. ഇത്രയൊക്കെ ആയപ്പോൾ ഏകദേശം ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇംഗ്ലീഷ് അല്ലാതെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്ററെ കൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചിട്ട് അതും കൂടി അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ ഡോക്യുമെന്റ്സും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ചിലാണെന്ന് തോന്നുന്നു ഇവർക്ക് ആവശ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്ററെ കൊണ്ട് അതും കൂടി ചെയ്യിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അനാവശ്യമായ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആണെന്നും ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഇൻകം ഒക്കെ മീറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കിൽഡ് വർക്കർ സ്ട്രീമിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ എക്സ്പ്രസ് എൻട്രി പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ് നോമിനേഷന്റെ കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എക്സ്പ്രസ് എൻട്രിയും നോൺ എക്സ്പ്രസ് എൻട്രിയോ അങ്ങനെ 2 രീതികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ PNBയിൽ നോൺ എക്സ്പ്രസ് എൻട്രി ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഒരു PNB എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങളോ എക്സ്പീരിയൻസോ ഒക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാം കമന്റിലൂടെ. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എനിക്കും അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും നിങ്ങളുടെ അറിവും ഒക്കെ കമൻറ്റിലൂടെ പറയാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.